മലയാള സിനിമയിലെ ലഹരി മാഫിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇവരുടെ പുറകെ നടന്നു നോക്കും, കെട്ടുകണക്കിന് കഞ്ചാവ് കിട്ടും. അല്ലാതെ മലയാള സിനിമയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഓരോ ദിവസവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ. WCCനെ പറ്റി എന്താണ് അഭിപ്രായം? അവർ ഭയങ്കര ധീരമായ നിലപാട് എടുക്കുന്നു എന്നാണ് അവരുടെ ആളുകൾ പറയപ്പെടുന്നത്. പക്ഷേ ഈ 15 പേരുടെ പവർ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പീഡനങ്ങൾക്ക് അടിമപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പോലും പേര് പറയാൻ അവർക്ക് ധൈര്യമില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഇവർക്ക് ബേസിക്കലി ഞാൻ ഈ പണ്ട് മുതലേ WCC എന്ന സംഘടനയെ നമ്മൾ നോക്കിക്കാണുന്നത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച പേര് ചേർന്നുണ്ടാക്കിയൊരു സംഘടന. അല്ലാതെ മലയാള സിനിമയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഓരോ ദിവസവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ, ടെക്നീഷ്യന്മാരായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരാരെങ്കിലും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരക്ഷരം ഇവരെ ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ട്, ഈ ഒരു നായിക നടിയുടെ ക്യാരവാനിലേക്ക് ഒരു പെൺകുട്ടി ഇത് ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നായിക നടി സമ്മതിച്ചില്ലെന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ഏത് നായക നടിയാന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും WCCയിലുള്ള ആളെ അറിയാൻ പറ്റും. ഇതാണ് ഇവരുടെയൊക്കെ ബേസിക്കലി ഇന്നിപ്പോൾ ഇവർ മൂലം ഉണ്ടായത് കുഴപ്പമെന്നറിയുമോ? മനമരുതിക്കും ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളൂടെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ല, അങ്ങനല്ലേ സംഭവിച്ചേക്കുന്നത്? അമ്മമാര്, കുട്ടികൾ, ഇനിയിപ്പോൾ അവസരം തേടി വരുന്നവര്. അപ്പൊ ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നത് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. അല്ലാതെ അതെ അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ മൊത്തത്തിലായി മാറിപ്പോയി. അപ്പൊ അതിന് ഇവർ പറയണം. അവർ വന്നിരുന്നിട്ട് ചാനൽ വന്നിരുന്നിട്ട് ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ മാത്രം പോരാ. പ്രമുഖർ എന്നുള്ളൊരു വാക്ക് മാത്രമേ ഇവരൊക്കെ എല്ലാവരും പ്രമുഖരാണല്ലോ. ആണായാലും പെണ്ണായാലും പ്രമുഖരൊക്കെ തന്നെയാണ്. പിന്നെ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഈ ക്യാമറ കൊണ്ട് ഇവരുടെയൊക്കെ പുറകെ ഇവരൊക്കെ മീറ്റിംഗ് കൂടെ നടന്നുണ്ടല്ലോ. മലയാള സിനിമയിലെ ലഹരി മാഫിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇവരുടെ പുറകെ നടന്നു നോക്കും, കെട്ടുകണക്കിന് കഞ്ചാവ് കിട്ടും. സീരിയസായിട്ട് പറഞ്ഞതാ. ഇവരുടെ ഇവരുടെയൊക്കെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതൊക്കെ തെളിവുണ്ടോ എന്ന് ചെയ്തൊന്നും തെളിവില്ല. ഒരു 90% കാര്യങ്ങളും നമുക്കിപ്പം തെളിവെടുത്ത് വെച്ച് നിരത്തിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവരുടെ ഉദ്ദേശം ഒരു സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മലയാള സിനിമയിൽ ഒരുപാട് പുരുഷന്മാർ തന്നെ ആയിരിക്കും ഒരുപാട് സ്ത്രീകളെ സംരക്ഷിച്ചിട്ടുള്ളത്. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതും ഈ സ്ത്രീകളൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് സ്ത്രീ വിമോചനം നടന്നിങ്ങനെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ പേരെ കൊണ്ട് പറഞ്ഞ് സ്ത്രീകളെ സംരക്ഷിക്കാൻ ചുമ്മാതാ റിയലായിട്ട് അന്വേഷിച്ചു പോകാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമയത്തോടെ നമ്മൾ ഇതിനൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ 100% ഇവർ തന്നെ പറഞ്ഞേനെ. ഇവർ തന്നെ പറഞ്ഞേനെ ഹേമ കമ്മീഷനും ഗവൺമെന്റും കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടണം. മൊഴി കൊടുത്ത ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കണം. അതിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവണം. അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ നല്ല ഒരു വിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും. ഞാനൊരു കാര്യം പറയണേ, നമ്മുടെ ഒരു പ്രശ്നം അറിയാമോ? അഭിപ്രായം പറയുന്നതിനെ ഇല്ലാതാക്കണം. ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് പല അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ എന്നെ വിളിച്ച ഫംഗ്ഷൻസിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ സിനിമയിൽ അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചത്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഈ അഭിപ്രായം പറയുന്നവരെ നിലനിർത്തേണ്ട ജോലി അതായത് ജനങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വേണം, നിങ്ങളെ കണക്ക് സംസാരിക്കുന്ന ഒരാൾ വേണം. ഇപ്പം ഞാൻ നശിച്ചു പോയെന്ന് വെച്ചോ. ഇപ്പൊ വിനയൻ സാറിനെ മാക്സിമം നശിപ്പിക്കാൻ നോക്കിയെന്ന് പറയല്ലേ പണ്ട്. വിനയൻ സാർ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിലും എന്താണ് നാട്ടം? അങ്ങേരുടെ കുടുംബം നശിച്ചു പോയി. ഞാൻ നശിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇല്ലാതായി. നിങ്ങൾക്ക് കണ്ടന്റ് വേറെയും കിട്ടും. എന്നിട്ട് നിങ്ങൾ പറയാം അഖിലേട്ട അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. ഞാൻ അഭിപ്രായം വീണ്ടും പറയും. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് നീ ചിലവ് എഴുതൂ, തരത്തില്ല. എന്നാൽ അടിയിലൊരു പോസിറ്റീവ് കമന്റ് ഇടൂ, എഴുതത്തില്ല. ഒരുത്തരും ഒന്നും ചെയ്യത്തില്ലെന്നേ. ഈ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ മാക്സിമം എരികേറ്റി ഒരുത്തരെ നശിപ്പിക്കും. മാക്സിമം എരികേറ്റി കൊടുക്കും. പറയലാ എല്ലാവരും എല്ലാം പറയും. എന്നിട്ട് ഇവന്റെ നാശം നോക്കിയിട്ട് പറയും വല്ല കാര്യം ഉണ്ടായിരുന്നു, അവരവിടെ മിണ്ടാതെ അടങ്ങിപ്പോയിരുന്നു. സിനിമ ചെയ്താൽ പറയുന്നത് വിനയന് ദിലീപിനെ എതിർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. വിനയന് ഇത് ആത്മാഭിമാനമുള്ള ആണുങ്ങൾ ഇതൊക്കെ പറയും. അത് ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള, കർമ്മബോധവും നീതിബോധവുമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് അങ്ങനെ പറയുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെയും കൊണ്ട് നിർത്തിക്കൂ. ഇവിടെ ഞാനിപ്പം സിനിമ ചെയ്യാൻ ഞാൻ രണ്ടാമത് തീരുമാനിക്കാൻ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ നശിച്ചു പോയാൽ ഒരാൾ ഇനി പറയാതിരിക്കും. അന്നേരം പറയാൻ ഉദാഹരണമായോ അഖിൽമാരാന്ന് ബിഗ് ബോസ് എന്നൊക്കെ ജയിച്ചു വന്നിട്ട് കുറച്ച് മെച്ചമില്ല രക്ഷപ്പെട്ടൊക്കെ വന്ന സമയത്ത് അയാളിങ്ങനെ അവർക്കെതിരെ പറഞ്ഞു ഇവർക്കെതിരെ പറഞ്ഞു. അവസാനം പുള്ളി എല്ലാവരും ചേർന്ന് ഒതുക്കി. അപ്പോൾ ഒതുക്കപ്പെടാതിരിക്കണമെങ്കിൽ സമൂഹം കൂടെ നിൽക്കണം. സമൂഹം കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ആണെങ്കിൽ 100 പേര് സംസാരിക്കും. എന്നെ ഒതുക്കി ഞാൻ നശിച്ചാൽ, ഞാനെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇതുപോലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, സംസാരിക്കാൻ ശേഷിയുള്ളവരുണ്ട്. നശിച്ചു പോയാൽ ആരും പിന്നെ ഉണ്ടാവില്ല. കാര്യം എല്ലാവരും പേടിയെന്നറിയോ? ഇവന്മാരെ നശിപ്പിക്കുന്ന ഈ ഒതുക്കുന്ന ഒതുങ്ങാതൊന്ന് മുന്നോട്ട് പോയി കാണിക്കാൻ നോക്ക്.
നമുക്ക് എല്ലാ മേഖലയിലും നല്ലത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തിലകൻ ചേട്ടന്റെ കേസ് ഇതാണ് ഇപ്പോൾ ഈ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ തിലകൻ ചേട്ടൻ ഒരുപാട് ഒതുക്കാൻ ശ്രമിച്ച കേസാണ് സിനിമയിൽ നമ്മളിത് ഇത് ഈ ഒതുക്കൽ, ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ ഒതുക്കാൻ നോക്കിയ ഒരു വിഭാഗമുണ്ട്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നവരുണ്ട് അല്ലേ. ഇപ്പൊ തിലകൻ സാറിനെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്, അദ്ദേഹം അതിനെ അതിജീവിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും ശക്തമായി തന്നെ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുക്കൽ നടക്കും. വിനയൻ സാറിനെ ഒതുക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തു. ഇപ്പോഴും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ അടുത്തിടെ വരെ പടം ചെയ്ത ആളാണ്. പുതിയ കാലഘട്ടത്തിലും വന്ന് പടം ചെയ്ത് വിജയപരാജയമല്ല. ഒരു സിനിമ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതിന്റെ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് അത് ശ്രമിച്ചവർക്കേ അറിയത്തുള്ളൂ. അപ്പൊ ഇതിന് പൊതുസമൂഹം ഒപ്പം നിൽക്കുക, പൊതുസമൂഹം ശരികൾക്കൊപ്പം നിൽക്കുക. പൊതുസമൂഹം ശരികൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്നെ പോലെയും മറ്റുള്ളവരെ പോലെയൊക്കെ തുറന്നു പറയാൻ ധൈര്യമുള്ളവർ ഒരുപാടുണ്ടാവും. ഞങ്ങളൊരാൾ നശിച്ചാൽ നാളെ ആരും തുറന്നു പറയില്ല. അറിയാല്ല എന്താ നശിപ്പിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൽ പരാതി കൊടുത്തേക്കുന്ന എത്ര പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയിൽ നിലവിൽ എനിക്ക് തോന്നുന്നു പല മേഖലകളിലും പല രീതിയിലെടുക്കും. നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും. ഇതൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇന്റർകണക്റ്റഡാണ്. അപ്പോൾ 1000-ഓളം സ്ത്രീകൾ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട്, ഈ മൊഴി കൊടുത്തേക്കുന്നത് ആരൊക്കെയാണ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിലേക്ക് അതായത് അവരുടെ ഏജ് കാറ്റഗറിയൊക്കെ അറിയണം. അല്ലാതെ ഇപ്പം നമുക്ക് 90 കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ കുറേ ആൾക്കാർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും. 90 കാലഘട്ടം മാറിയില്ലേ. അപ്പം നമുക്ക് പണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു, ഇന്ന് പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്താണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഒന്നും പറയാനില്ലെന്നുള്ളത്. നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ല എന്ത് പറയാനുള്ളത്, ഇതിനകത്ത് എന്ത് പറയാനും എന്ത് ചർച്ച ചെയ്യാനുള്ളത്. ഗവൺമെന്റ് മുക്കി അത് വേണേൽ പറയാം. അതായത് ഗവൺമെന്റ് ഇപ്പോൾ 4 വർഷമായിട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് മൂടി വെച്ചാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അതായത് കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട്. പണ്ട് അഴിമതിക്കെതിരെ ലോകായുക്തയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേര് ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് ലോകായുക്തയുടെ വിധിയിൽ ഉണ്ടാകുമെന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തയെ നശിപ്പിച്ചില്ലാതാക്കി മാമൂടിയ പട്ടിയാക്കി മാറ്റി. അതുപോലെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഒരു കമ്മീഷനെ വെച്ചത് ഞങ്ങൾ മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്ന് ഒരു സർക്കാർ പറയുകയും അതേ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ മലയാള സിനിമയിലുള്ള സമസ്ത ആൾക്കാരെ, ആണായാലും പെണ്ണായാലും ഏത് മേഖല എല്ലാവരെയും ഒരേപോലെ മോശക്കാരനാക്കി മാറ്റിയിട്ട് ഇതിനെതിരെ ഒന്നുമില്ലാത്ത രീതിയിൽ അറ്റവും മൂലം തൊടാത്തൊരു റിപ്പോർട്ടാക്കി മാറ്റിയതും ഇവർ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, കൊണ്ട് നടന്നത് ഇവർ തന്നെയാണ്, കൊണ്ട് കൊല്ലിച്ചത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഇവരെന്ത് കണ്ടെത്തി എന്താ പറയുന്നത്. ഇതിനെക്കാട്ടും ഭേദം നമ്മളിലെ കടകളിൽ ചർച്ച നടത്തിയപ്പോഴായിരുന്നോ? അതിനെല്ലാം ഒരു കമ്മീഷൻ വരേണ്ടത്. അപ്പോൾ അവർ ഗൗരവകരമായ രീതിയിൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടും പുറത്തുവിടണം, നടപടികൾ ഉണ്ടാവണം. ഇതൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇപ്പം കേസ് പറയുമ്പോൾ മന്ത്രിമാര് ഇപ്പം മന്ത്രിയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പം ആകാശത്തു നിന്നൊന്നും കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത്. കേസെടുക്കാൻ പറ്റും. ആക്ച്വലി ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പ്രശ്നം നടക്കുന്നു എന്ന് പരാതിപ്പെട്ടാൽ പോലീസിന് കേസെടുക്കാൻ പറ്റും. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടാൻ പറ്റും. ആ FIR നിലനിൽക്കുമോ നിലനിൽക്കത്തിയോ ഇല്ലയോ എന്നുള്ളത് തുടർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ